hi everyone, welcome to Code Lingua. So today we're going to discuss about എങ്ങനെയാണ് ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോനെ ഷോർട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ മീഡിയനെ ഇമ്പോർട്ട് ചെയ്യണം. കറൻ്റ്ലി ഞാൻ ഇവിടുത്തെ സ്റ്റോക്ക് മീഡിയ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് മീഡിയ എടുക്കാനായിട്ട് സ്റ്റോക്ക് മീഡിയയിലോട്ട് പോവാം. ഇവിടെ കുറേ മീഡിയാസ് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മീഡിയനെ ടൈം ലൈനിലോട്ട് കൊണ്ടുവരാനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇത് പ്രൊജക്റ്റിലോട്ട് ആഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഈ ഒരു മീഡിയ ലാൻഡ്സ്കേപ്പിലാണ് കിടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം എല്ലാം കാണുന്ന സമയത്ത് എങ്ങനെയാണോ അതാണ് ലാൻഡ്സ്കേപ്പ് വീഡിയോ എന്ന് പറയുന്നത്. അതിനെ എനിക്ക് ഷോർട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റീലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്, ഒരു എഡിറ്റിംഗ് ടൂളാണ് വണ്ടർഷെയർ ഫിലിമോറ. വണ്ടർഷെയർ ഫിലിമോറ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഷോർട്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു മീഡിയനെ സെലക്ട് ചെയ്യണം. അൺസെലക്ട് ചെയ്തിട്ടാണെന്നാണെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്രോപ്പ് ആൻഡ് സൂം എന്ന് പറയുന്ന ഓപ്ഷൻ, അഥവാ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് Alt+C എന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ക്രോപ്പ് ടു ഫിറ്റ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ക്രോപ്പ് ആൻഡ് സൂം ഇവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇതിൻ്റെ ഒരു റേഷ്യോ സെറ്റ് ചെയ്യാൻ പറ്റും. ലാൻഡ്സ്കേപ്പ് വീഡിയോസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ്. അഥവാ നമുക്കത് പിക്സൽ റേറ്റ്സിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു റെസൊല്യൂഷൻ വരുന്നത് എങ്ങനെയാണ് 1920x1080 ആണ് വരുന്നത്. അപ്പോൾ ഷോർട്സ് ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര തന്നെ വരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിഫോൾട്ടായിട്ട് കുറച്ച് റെസൊല്യൂഷൻസ് ഇവിടെ വണ്ടർഷെയർ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. 9:16 ആണ് ആക്ച്വലി നമ്മളൊരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് വീഡിയോൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇപ്പോൾ ഞാൻ ഇത്ര ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ മാത്രമാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. ഞാനത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതല്ല ഞാൻ പഴയ ഒരു മോഡിലോട്ട് തന്നെ എനിക്ക് സ്വിച്ച് ചെയ്യണം. ഞാൻ ഈ ഒരു എഡിറ്റിങ്ങിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ക്രോപ്പ് ടു ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിലോട്ട് സ്വിച്ച് ആവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ലാൻഡ്സ്കേപ്പിലിട്ട് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിനെയാണ് നമ്മൾ പോർട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു റീൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ അവൈലബിൾ ആകണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ വീഡിയോനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ക്രോപ്പ് ആൻഡ് സൂം കൊടുക്കുക. എഗെയിൻ ഈ ഒരു ഓപ്ഷനെ ചൂസ് ചെയ്യുന്ന സമയത്ത് 9:16 കൊടുക്കുക. എവിടെയാണോ നമ്മളുടെ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്, അതായത് വീഡിയോസിനെ മാർക്ക് ചെയ്യേണ്ടത്, അത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ ചെയ്തിട്ട് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു 2 ബെഞ്ച് വരുന്ന പോർഷൻസ് മാത്രമാണ് കാണുന്നത് അല്ലേ. കുറച്ചും കൂടിയും അട്രാക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ വീഡിയോനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോനെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടൂളിനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് പ്ലേസ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇതിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തണം. കാരണം ഇടയ്ക്കുള്ള പോർഷൻസ് എല്ലാം നമുക്ക് ഇതുപോലെ പോർട്രേറ്റ് ചെയ്യണ്ടേ. ഇനി ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഇതിനെ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് ആദ്യം മുതൽ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ അവിടെ കാണാൻ പറ്റും. വീണ്ടും നമ്മളുടെ ഒരു പഴയ ഒരു മോഡിലോട്ട് തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. പക്ഷേ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു ക്ലിപ്പിലോട്ട് സ്വിച്ച് ചെയ്യണം. വീണ്ടും ക്രോപ്പ് ആൻഡ് സൂം എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഫ്രെയിമിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഫൈനലി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മളിത് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തോ ഒരു സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഒരു ക്ലിപ്പിൽ നിന്ന് മറ്റൊരു ക്ലിപ്പിലോട്ട് പോകുന്ന സമയത്ത് ഒരു പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീണ്ടും നമുക്ക് ട്രാൻസിഷൻസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുക ഇൻ ബിറ്റ്വീൻ ആയിട്ട്. ഓരോ ക്ലിപ്പിൻ്റെ ഇടയിൽ ട്രാൻസിഷനിലോട്ട് പോവുക. ഇവിടെ ഡിഫറെൻറ്റ് ട്രാൻസിഷൻസ് കാണാൻ പറ്റും. ഓരോ ട്രാൻസിഷൻസും എന്താണ് എന്നുള്ളത് ഇവിടെ നമുക്ക് വിസിബിൾ ആവുന്നതാണ്, കണ്ടോ. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസിഷൻ യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഓരോ ട്രാൻസിഷൻസും എന്താ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൗസ് ഒന്ന് ആ ഒരു ട്രാൻസിഷനിൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാകും.
എനിക്ക് ഈ ഒരു ട്രാൻസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും നമ്മളുടെ പ്രൊജക്റ്റിലോട്ട് ഇത് ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഇത് ആ ഒരു ചേഞ്ച് കണ്ടോ, വീണ്ടും നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് വരുന്നില്ലേ. അപ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ ഇടയിലും ഞാൻ എന്ത് ചെയ്യും, ട്രാൻസിഷൻ കൊടുക്കും. വീണ്ടും ഇവിടെ ഒരു ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫൈനൽ ക്ലിപ്പ് ഞാൻ ചൂസ് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റാണ് ട്രാൻസിഷൻ വന്നത്. നമുക്ക് ഇവിടെ എല്ലാ ട്രാൻസിഷൻ കൊടുക്കേണ്ടത്. Ctrl Z ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡു ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിട്ടുള്ള ആക്ഷനെ. വീണ്ടും നമുക്ക് വേണ്ട ക്ലിപ്പിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ട്രാൻസിഷൻ ഇവിടെ കൊടുക്കുക. എന്നിട്ട് വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്തതിന് ശേഷം കണ്ടോ ആ ഒരു സ്വിച്ച് കണ്ടോ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് വീഡിയോനെ പോർട്രേറ്റ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു റീൽസ് ആയിട്ടോ ഷോർട്സ് ആയിട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടർഷെയർ ഫിലിമോറ ചില ആൾക്കാർക്ക് പരിചയമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ അധിക പേർക്കും ഇത് ഒരു ന്യൂ സോഫ്റ്റ്വെയർ ആണ്. എന്നിരുന്നാലും നമുക്ക് കൂടുതലായിട്ട് ഒരു എഡിറ്റിംഗ് നോളജ് ഇല്ലെങ്കിൽ പോലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വണ്ടർഷെയർ ഫിലിമോറ. കാരണം ഇതിലെല്ലാ കാര്യങ്ങളും ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And that's all for today. Thank you for watching the video.